ഹായ് ഹലോ നമസ്കാരം. പേജ് 3 അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. LP-UP മാരത്തോണുമായി വന്നതാണ്. LP-UP സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മളിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കുറച്ചായിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ക്ലാസ്സുകൾക്ക് പകരം ഇത്തരത്തിലുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തരുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പരീക്ഷയുടെ രീതിയിൽ നല്ല മാറ്റം വന്നിട്ടുണ്ട്. LP-UP പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഭൂരിഭാഗം പേരും ഒരു 75% ആളുകൾ ആദ്യമായി പരീക്ഷ എഴുതാൻ പോകുന്നവരാണ്. അതായത് അവർക്ക് ആദ്യമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് PSC പരീക്ഷകൾ, ജനറൽ PSC പരീക്ഷകൾ എഴുതി ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത, പരീക്ഷ എഴുതി ശീലമില്ലാത്ത ആളുകളാണ്. അങ്ങനെയുള്ള ആളുകൾ ആദ്യമായിട്ട് ഒരു മത്സര പരീക്ഷയ്ക്ക് വേണ്ടി സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അവർ നേരിടാൻ സാധ്യതയുള്ള ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസിൻ്റെ രീതി മനസ്സിലാക്കാതെ, പാറ്റേൺ മനസ്സിലാക്കാതെ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് പഠിച്ചിട്ടും കാര്യമില്ല. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ്. കൂടുതലും ഒന്ന് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ കോഴ്സിനകത്ത് ജോയിൻ ചെയ്ത് പഠിക്കുന്ന കൂടുതൽ പേരും ആദ്യമായി PSCയെ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്നവരാണ്. അതായത് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നല്ലാതെ കഴിഞ്ഞ LP-UP എഴുതി അതോടുകൂടി അത് നിർത്തി, കഴിഞ്ഞ HSA എഴുതി അതോടുകൂടി അത് നിർത്തി, വീണ്ടും പുതിയ LP-UPക്ക് വേണ്ടി എഴുതാനായിട്ടിരിക്കുന്നു, പഠിക്കാനായിട്ടിരിക്കുന്നു. അങ്ങനെയാണ്. അല്ലാതെ അവർ എല്ലാ പരീക്ഷകളും ഒന്നും അപ്ലൈ ചെയ്യാറില്ല, എല്ലാ പരീക്ഷയൊന്നും സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യാറില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ തീർച്ചയായിട്ടും നേരിടുന്ന വലിയ പ്രശ്നം ചോദ്യത്തിൻ്റെ രീതി ഒന്ന് അറിയുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് നമ്മളിവിടെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടതും. കാരണം നമ്മൾ പഠിച്ച കാര്യങ്ങൾ വിലയിരുത്തണം. നമുക്ക് ആ ചോദ്യങ്ങളുടെ രീതിയിൽ വരുമ്പോൾ അത് കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് വിലയിരുത്തണം. അതിനൊക്കെ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മളിങ്ങനെ തരുന്നത്. ജനുവരി 8-ാം തീയതി പേജ് 3 അക്കാദമിയിൽ ഒരു പുതിയ ബാച്ച് ആരംഭിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ പ്രശ്നം എന്താണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട കാര്യം എന്താണോ അത് മനസ്സിലാക്കിക്കൊണ്ട് പരീക്ഷ വരെ നീണ്ടു നിൽക്കുന്ന ഒരു ക്രാഷ് കോഴ്സ്, LP-UPയുടെ ക്രാഷ് കോഴ്സാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ കോഴ്സിൻ്റെ ഫീസ് വരുന്നത് 2000 രൂപയാണ്. ഫീസ് തീർച്ചയായിട്ടും 2 തവണയായിട്ട് അടച്ച് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഈ കോഴ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാൻ സാധിക്കും. പരീക്ഷ വരെയുള്ള കോഴ്സാണ്, മെൻറ്റർ സപ്പോർട്ടോട് കൂടിയ കോഴ്സാണ് കേട്ടോ. അപ്പോൾ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ചൂടെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ചൂടെ കാണുന്ന നമ്പറിലേക്ക് എന്ത് ചെയ്യാവുന്നതാണ്, നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് കേട്ടോ. ചൂടെ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് അഡ്മിഷൻ എടുക്കുക. ജനുവരി 8-ാം തീയതിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പുതിയ ബാച്ച് തുടങ്ങുന്നത്. ജനുവരി 8 പറയുമ്പോൾ ഈ തിങ്കളാഴ്ച. അപ്പോൾ നമ്മൾ നേരെ പോവുകയാണ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. ആദ്യത്തെ ചോദ്യം നോക്കാം. ആദ്യത്തെ ചോദ്യം, ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടന രൂപീകരിച്ച് ബാലവേലയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സാമൂഹ്യ പരിഷ്കർത്താവാര്? ചോദ്യം എന്താണ്? ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടന രൂപീകരിച്ച ഇന്ത്യൻ സാമൂഹിക പരിഷ്കർത്താവ് ആര് എന്നുള്ളതാണ്. ഓപ്ഷൻ A കൈലാഷ് സത്യാർത്ഥി, ഓപ്ഷൻ C സുനിത കൃഷ്ണൻ, മേധാ പട്കർ, ലക്ഷ്മി അഗർവാൾ എന്നിങ്ങനെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഓപ്ഷൻ A ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. കൈലാഷ് സത്യാർത്ഥി എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കുന്നുണ്ട്. കുറച്ച് അധികം കാര്യങ്ങളുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കുക. ഈ കൈലാഷ് സത്യാർത്ഥിയെക്കുറിച്ച് പറയുന്ന സമയത്ത് ഏറ്റവും റീസെൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഐക്യരാഷ്ട്രസഭയുടെ 2021-23 സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ അഭിഭാഷകനായിട്ട് നിയമിതനായത് ആരാണെന്ന് ചോദ്യം വരും. അതാരാണ്? കൈലാഷ് സത്യാർത്ഥി ആണ്. ഐക്യരാഷ്ട്രസഭ 2021-23 സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ അഭിഭാഷകനായി നിയമിതനായത് കൈലാഷ് സത്യാർത്ഥിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി കൈലാഷ് സത്യാർത്ഥിയുമായി ബന്ധപ്പെട്ട അടുത്ത ഒരു പോയിന്റ് പറയുകയാണെങ്കിൽ, നമ്മൾ ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾ നൽകുന്ന ഗുണമേന്മ മുദ്രയാണ് റഗ് മാർക്ക് എന്നുള്ളത്. ബാലവേല ഉപയോഗിച്ചിട്ടില്ല, ആ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുന്നതിൽ ബാലവേല ഉപയോഗിച്ചിട്ടില്ല എന്ന തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഗുണമേന്മ മുദ്രയാണ് റഗ് മാർക്ക് എന്ന് പറയുന്നത്. എന്നാൽ ഈ റഗ് മാർക്ക് ഇപ്പം അറിയപ്പെടുന്നത് ഗുഡ് വീവ് എന്നുള്ളതാണ്. അപ്പോൾ റഗ് മാർക്ക് ബാലവേല ഉപയോഗിച്ച് ഒരു ഉൽപ്പന്നം നിർമ്മിച്ചിട്ടില്ലെങ്കിൽ ആ ഉൽപ്പന്നത്തിന് കൊടുക്കുന്ന ഗുണമേന്മ മുദ്രയാണ് റഗ് മാർക്ക് എന്നത്. ഈ റഗ് മാർക്ക് എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവും ആര് തന്നെയാണ്? കൈലാഷ് സത്യാർത്ഥി തന്നെയാണ്. അപ്പോൾ നമ്മുടെ ചോദ്യം എന്തായിരുന്നു?
ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടന രൂപീകരിച്ചത് കൈലാഷ് സത്യാർത്ഥിയാണ്. 2021-23 സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ അഭിഭാഷകനായി നിയമിതനായത് ഐക്യരാഷ്ട്രസഭയുടെ 2021-23 സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ അഭിഭാഷകനായി നിയമിതനായത് കൈലാഷ് സത്യാർത്ഥിയാണ്. അദ്ദേഹത്തിന്റെ ആശയമാണ് റഗ്മാർക്ക് എന്നത്. റഗ്മാർക്കിന്റെ ഇപ്പോഴത്തെ പേരെന്താണ്? ഇപ്പോൾ അറിയപ്പെടുന്നത് ഗുഡ് വീവ് എന്നാണ്. ഗുഡ് വീവ് എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. അടുത്തത് 2014 സമാധാന നൊബേൽ പുരസ്കാരം കൈലാഷ് സത്യാർത്ഥിക്കൊപ്പം പങ്കിട്ടതാരാണെന്നൊരു ചോദ്യം വരും. 2014 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം കൈലാഷ് സത്യാർത്ഥിക്ക് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന് മാത്രമല്ല വേറൊരാൾക്ക് കൂടി, പ്രായം കുറഞ്ഞ ഒരാൾക്ക് കൂടി കിട്ടിയിട്ടുണ്ട്. അതാരാണ്? മലാല യൂസഫ് ആണ് കേട്ടോ. മലാല യൂസഫ് സായ് ആണ് എന്ന കാര്യം ഓർത്തു വെക്കുക. ആ മലാല യൂസഫ് സായിയുടെ ജന്മദിനം UNO എന്ത് ചെയ്തിട്ടുണ്ട്? ജൂലൈ 12 മലാല ദിനമായിട്ട് ഐക്യരാഷ്ട്രസഭ എന്ത് ചെയ്തിട്ടുണ്ട്? ആചരിക്കുന്നുണ്ട് എന്ന കാര്യം ഓർത്തു വെക്കുക. അപ്പൊ മലാല ദിനം എത്തി. നമ്മൾ കൈലാഷ് സത്യാർത്ഥിയിൽ എത്തിയതാണ്. കൈലാഷ് സത്യാർത്ഥി ഗുഡ് വീവ് അഥവാ റഗ്മാർക്ക് അല്ലെ, ബച്പൻ ബച്ചാവോ ആന്തോളൻ കിട്ടിയില്ലേ. അപ്പോൾ 2014 സമാധാനത്തിനുള്ള നൊബേല് അത് കിട്ടിയില്ലേ. അത് ആ കൈലാഷ് സത്യാർത്ഥിയോടൊപ്പം പങ്കിട്ടതാരാണ്? അത് മലാല യൂസഫ് സായ് ആണ്. മലാല യൂസഫ് സായുടെ ജന്മദിനമാണ് ജൂലൈ 12. ഐക്യരാഷ്ട്രസഭ മലാല ദിനമായി ആചരിക്കുന്നത് ഈ ജൂലൈ 12 എന്ന കാര്യം ഓർത്തു വയ്ക്കുക. മലാല യൂസഫ് സായുടെ ആത്മകഥയാണ് ഐ ആം മലാല. എന്താണ്? ഐ ആം മലാല എന്നുള്ളതാണ്. ഈ മലാല യൂസഫ് സായുടെ ഒരു വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു വാചകമുണ്ട്. ഒരു കുട്ടി, ഒരു അധ്യാപിക, ഒരു പുസ്തകം, പിന്നെ ഒരു പേന, ഇവയ്ക്ക് ഈ ലോകം മാറ്റിമറിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞത് ആരാണ്? മലാലയാണ്. നല്ല ചോദ്യമാണ്. അപ്പോൾ കൈലാഷ് സത്യാർത്ഥിയെ നമുക്ക് കിട്ടിയില്ലേ? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമല്ലേ? മനസ്സിലായില്ലേ? ഇനി അതേ റിലേറ്റഡ് ആയിട്ട്, ബാലവേലയെ റിലേറ്റഡ് ആയിട്ട് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തൊക്കെ ചോദ്യങ്ങൾ വരാമെന്ന് ഒന്ന് പരിശോധിക്കാം. ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ബാലവേല? ഇപ്പം നമുക്കില്ല, ബാലവേല നിരോധിച്ചിട്ടുണ്ട്. അങ്ങനെ നിരോധിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് ചോദിച്ചാൽ ആർട്ടിക്കിൾ 24 ആണ്. അനുച്ഛേദം 24. അനുച്ഛേദ പ്രകാരം ഭരണഘടന വിരുദ്ധമാണ് എന്തെന്ന് പറയുന്നത്? ബാലവേല എന്ന് പറയുന്നത്. അപ്പോൾ ബാലവേല നിരോധിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ 24 എന്ന കാര്യം ഓർത്ത് വെക്കുക. ക്ലിയർ ആണോ? അടുത്തത് ലോക ബാലവേല വിരുദ്ധ ദിനം, വേൾഡ് ഡേ അഗെയിൻസ്റ്റ് ചൈൽഡ് ലേബർ എപ്പോഴാണ് ചോദിച്ചാൽ ജൂൺ 12 എന്ന കാര്യം ഓർത്ത് വെക്കുക. ജൂൺ 12. ജൂലൈ 12 പ്രത്യേകത മലാല ജന്മദിനമാണ്. ജൂൺ 12 പ്രത്യേകത ബാലവേല വിരുദ്ധ ദിനമാണ് എന്ന കാര്യം ഓർത്ത് വെക്കുക. ഇനി 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം നൽകുക എന്നത് സ്റ്റേറ്റിന്റെ കടമയാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ് ചോദിച്ചാൽ 86-ാം ഭരണഘടനാ ഭേദഗതി. ഏത് വർഷം? 2002. അപ്പോൾ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള സൗജന്യ വിദ്യാഭ്യാസം നൽകുക, ഇത് സ്റ്റേറ്റിന്റെ കടമയാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതിയാണ് 86-ാം ഭരണഘടനാ ഭേദഗതി. ഏത് വർഷം? 2002. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി വിദ്യാഭ്യാസത്തെ മൗലികാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി അതാണ് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ. അങ്ങനെ വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റിയപ്പോൾ ഭരണഘടനയോട് കൂട്ടിച്ചേർത്ത ആർട്ടിക്കിൾ ചോദിക്കും. അത് ആർട്ടിക്കിൾ 21A ആണ്. അപ്പോൾ ആർട്ടിക്കിൾ 24 എന്താണ്? ആർട്ടിക്കിൾ 21A എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആർട്ടിക്കിൾ 21A വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി കൂട്ടിച്ചേർത്ത് ഇല്ലേ ഭരണഘടനയിലേക്ക്. മൗലികാവകാശമാക്കി വിദ്യാഭ്യാസത്തെ മാറ്റിയപ്പോൾ ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർത്ത ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 21A എന്നുള്ളത്. ആർട്ടിക്കിൾ 24 ബാലവേല വിരുദ്ധമാണ് അല്ലെ, ബാലവേല നിരോധിച്ചിരിക്കുന്നതിനാണ് ആർട്ടിക്കിൾ 24 എന്ന് പറയുന്നത്. ജൂൺ 12 ലോക ബാലവേല ദിനമാണ് കേട്ടോ. ജൂൺ 12 ലോക ബാലവേല വിരുദ്ധ ദിനമാണ്. എഗെയിൻസ്റ്റ് ചൈൽഡ് ലേബർ, വേൾഡ് ഡേ എഗെയിൻസ്റ്റ് ചൈൽഡ് ലേബർ എന്നാണ്. ജൂൺ 12 എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസവും സംരക്ഷണവും. 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക്
വിദ്യാഭ്യാസവും സംരക്ഷണവും നൽകേണ്ടത് സ്റ്റേറ്റിന്റെ കടമയാണ് എന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ് ചോദിച്ചാൽ ഏതാണ്? അനുച്ഛേദം 45 ആണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസവും സംരക്ഷണവും നൽകേണ്ടത് സ്റ്റേറ്റിന്റെ കടമയാണ് എന്നുള്ളത് എന്താണ്? ആർട്ടിക്കിൾ 45 ആണ് കേട്ടോ. ആർട്ടിക്കിൾ 45 ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ ആണ്. ഇനി പാർലമെന്റ് പാസാക്കിയ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് എപ്പോഴാണ് ചോദിക്കും? 2010 ഏപ്രിൽ 1 റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1 എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം, 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ലൈംഗിക ചൂഷണങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിനായി പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷുവൽ ഒഫൻസ് ആക്ട് അഥവാ പോക്സോ ആക്ട് പാർലമെന്റ് പാസാക്കിയ വർഷം എന്നാണ് എന്ന് ചോദിക്കും. 2012 ആണ് എന്ന കാര്യം ഓർത്തു വെക്കുക. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷുവൽ ഒഫൻസ് ആക്ട് പാർലമെന്റ് പാസാക്കിയ വർഷം ചോദിച്ചാൽ 2012 ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അടുത്തത്, പ്രജ്വല എന്ന ഹൈദരാബാദ് ആസ്ഥാനമായുള്ള സാമൂഹ്യ സംഘടന സ്ഥാപിച്ചത് ആരാണ്? സുനിത കൃഷ്ണനാണ്. 1996 പ്രജ്വല എന്ന ഹൈദരാബാദ് ആസ്ഥാനമാക്കിയുള്ള സാമൂഹിക സംഘടന സ്ഥാപിച്ചത് ആരാണ്? സുനിത കൃഷ്ണനാണ്. അടുത്തൊരു കാര്യം, നാഷണൽ അലയൻസ് ഓഫ് പീപ്പിൾസ് മൂവ്മെന്റ്. ഓക്കെ, പീപ്പിൾസ് മൂവ്മെന്റ് സ്ഥാപിച്ചത് ആരാണ് ചോദിച്ചാൽ അത് മേധാ പട്കർ ആണ് എന്ന കാര്യം ഓർത്ത് വെക്കുക. മേധാ പട്കർ ആണ്. അപ്പോൾ ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു 10ഓളം ചോദ്യങ്ങൾ, ഒരു ഉപചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു നോക്കിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ ആവർത്തിച്ചു വന്നിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങളിലേക്ക് ഒന്നുകൂടി വരാം. നമ്മൾ പറഞ്ഞു വന്നു കൈലാഷ് സത്യാർത്ഥിയാണ് എന്തെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബച്പൻ ബച്ചാവോ ആന്തോളൻ 2021-23 ഐക്യരാഷ്ട്രസഭ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ അഭിഭാഷകനായി നിയമിതനായത് കൈലാഷ് സത്യാർത്ഥിയാണ്. ഇനി ബാലവേല ഉപയോഗിച്ചിട്ടില്ലാതെ നിർമ്മിച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങൾക്കുള്ള മുദ്രയാണ് റഗ്മാർക്ക്, ഇപ്പോഴത്തെ പേര് ഗുഡ് വീവ്. ഇതിന്റെ ആശയത്തിന്റെ പിന്നിൽ ആരാണ്? കൈലാഷ് സത്യാർത്ഥിയാണ്. 2014 സമാധാനത്തിനുള്ള നൊബേൽ മലാല യൂസഫ്സായോടൊപ്പം പങ്കിട്ട ആളാണ് കൈലാഷ് സത്യാർത്ഥി. മലാലയുടെ ആത്മകഥയാണ് ഐ ആം മലാല എന്നുള്ളത്. ഇതൊക്കെ കിട്ടിയല്ലോ, ക്ലിയർ അല്ലേ? ഇമ്പോർട്ടൻ്റ് ആണ്. യെസ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കുക. അടുത്ത ചോദ്യം, യെസ്, 2ാമത്തെ ചോദ്യമാണ്. നോക്കുക, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യ ഡയറക്ടർ ജനറൽ. നമ്മുടെ ലോക ചരിത്രം നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ? അതിലെ സിന്ധു നദീതട സംസ്കാരം പഠിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യ ഡയറക്ടർ ജനറൽ ജോൺ മാർഷൽ, വില്യം ജോൺസ്, അലക്സാണ്ടർ കണ്ണിങ്ഹാം, R.D. ബാനർജി എന്നിങ്ങനെയാണ് ഓപ്ഷൻ തന്നിട്ടുള്ളത്. ഈ 4 ഓപ്ഷനെ കുറിച്ച് നമ്മൾ ഇന്ന് എന്ത് ചെയ്യും നോക്കുക കേട്ടോ. അതിൽ ഒന്നുമില്ല, സിമ്പിളാണ്. അലക്സാണ്ടർ കണ്ണിങ്ഹാം ആണ് എന്തെന്ന് പറയുന്നത് ശരി ഉത്തരം. എന്ത്? ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യ ഡയറക്ടർ ജനറൽ ആരാണ് ചോദിച്ചാൽ അലക്സാണ്ടർ കണ്ണിങ്ഹാം ആണ്. അതിനെക്കുറിച്ച് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇന്ത്യൻ പുരാവസ്തു ഗവേഷണത്തിനും പുരാവസ്തുക്കളുടെ സംരക്ഷണത്തിനും അധികാരമുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഏത് എന്ന് പറയുന്നത്? ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിച്ചതാരാണ്? അലക്സാണ്ടർ കണ്ണിങ്ഹാം ആണ്. അലക്സാണ്ടർ കണ്ണിങ്ഹാം ആണ്. ഈ അലക്സാണ്ടർ കണ്ണിങ്ഹാം തന്നെയാണ് ഇന്ത്യൻ പുരാവസ്തു ഗവേഷണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചോദ്യം എന്തായിരുന്നു? ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യ ഡയറക്ടർ ആര്? ഉത്തരം അലക്സാണ്ടർ കണ്ണിങ്ഹാം ആണ്. ഉത്തരം ആരാണ്? അലക്സാണ്ടർ കണ്ണിങ്ഹാം എന്നുള്ളതാണ് ഉത്തരം. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യ ഡയറക്ടർ ആ അലക്സാണ്ടർ കണ്ണിങ്ഹാം തന്നെയാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിച്ചത്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിച്ച അലക്സാണ്ടർ കണ്ണിങ്ഹാമിനെയാണ് ഇന്ത്യൻ പുരാവസ്തു ഗവേഷണത്തിന്റെ പിതാവ് എന്ന് വിശേഷിക്കപ്പെടുന്നത് അല്ലെങ്കിൽ അറിയപ്പെടുന്നത്. ഇനി വേറൊരു കാര്യം നോക്കാം. നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടായിരുന്ന ജോൺ മാർഷൽ, സിന്ധു നദീതട സംസ്കാരത്തിന് ആ പേര് നൽകിയത് ആരാണ് ചോദിച്ചാൽ അത് ജോൺ മാർഷൽ ആണ്.
ഓക്കെ, അതായത് 1920കളിൽ സിന്ധു നദീതട സംസ്കാരം കണ്ടെത്തുമ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ആരാണ്? ജോൺ മാർഷലാണ്. ഈ ജോൺ മാർഷലാണ് സിന്ധു നദീതട സംസ്കാരത്തിന് ആ പേര് നൽകിയത്. അപ്പൊ ജോൺ മാർഷൽ ആരാണെന്ന് മനസ്സിലായി. നമുക്കിപ്പോൾ പറഞ്ഞ പോലെ അലക്സാണ്ടർ കണ്ണിങ്ഹാം ആരാണ് എന്ന കാര്യം കിട്ടി. ഇമ്പോർട്ടൻ്റ് ആണ്. യെസ്. അടുത്തത് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ എന്നുള്ളത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ ആണ്. ഈ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് വില്യം ജോൺസ് ആണ്. നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടായിരുന്നു വില്യം ജോൺസ്. വില്യം ജോൺസ് ആണ് ഏഷ്യാറ്റിക് സൊസൈറ്റി സ്ഥാപിച്ചത്. ഈ ഏഷ്യാറ്റിക് സൊസൈറ്റിയാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി 1920 ആരായിരുന്നു നമ്മുടെ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ആരായിരുന്നു എന്ന കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 1922 സിന്ധു നദീതട സംസ്കാര കേന്ദ്രമായ മോഹൻജദാരോ, ഓക്കെ, മോഹൻജദാരോ കണ്ടെത്തിയത് ആരാണെന്നൊരു ചോദ്യം വന്നാൽ അതിന് ഉത്തരം ആരാണ്? RD ബാനർജി ആണ് കേട്ടോ. ആരാണ്? RD ബാനർജി ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. RD ബാനർജി ആണ് മോഹൻജദാരോ കണ്ടെത്തിയത്. മരിച്ചവരുടെ കുന്ന് എന്ന് വിശേഷിക്കപ്പെടുന്ന സിന്ധു നദിയുടെ സംസ്കാരം ഏതാണ്? അത് മോഹൻജദാരോ ആണ്. മരിച്ചവരുടെ കുന്ന്, RD ബാനർജി, മോഹൻജദാരോ, 1922. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. യെസ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അടുത്തൊരു ചോദ്യമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇങ്ങനെ നമ്മളെ പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും ഒരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ താഴെ കൊടുത്തിട്ടുള്ളവയെ കാലഗണന അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക. പുന്നപ്പറ വയലാർ സമരം, തിരുക്കൊച്ചി സംസ്ഥാന രൂപീകരണം, വാഗൺ ട്രാജഡി, കയ്യൂർ ലഹള എന്നിങ്ങനെയാണ് വന്നിട്ടുള്ളത്. നോക്കുക, താഴെ കൊടുത്തിരിക്കുന്നവയെ കാലഗണനാടിസ്ഥാനത്തിൽ തയ്യാറാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൽ തീർച്ചയായിട്ടും ഇതിൽ ആദ്യം നടന്നത് ഏതാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. ആദ്യം നടന്നത് വാഗൺ ട്രാജഡിയാണ്. 1921 വാഗൺ ട്രാജഡി. ഇത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഇത് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കുക. ഇത് ഈ ഒരെണ്ണം നമുക്കറിയാം. പുന്നപ്പറ വയലാർ സമരം നമുക്ക് 1946 എന്ന കാര്യം അറിയാം. അപ്പോൾ ഇത് രണ്ടെണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബാക്കി രണ്ടെണ്ണം നമുക്ക് വലിയ ധാരണയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു ഇതിലേക്ക് എത്താൻ കഴിയുമോ എന്നൊന്ന് നോക്കുക. മൂന്നാമത്തേത് ആദ്യമായിട്ട് വരുന്നത് രണ്ടെണ്ണമാണുള്ളത്. എയുമുണ്ട് ബിയുമുണ്ട്. ഓക്കെ, എയുമുണ്ട് ബിയുമുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ കൺഫ്യൂഷൻ ആണ്. ഇതിൽ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ തെറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് ഏതൊക്കെയാണ് എന്ന് നമുക്കറിയണം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ചോദ്യം വരുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചെഴുതണം. അറിയാമെന്നുണ്ടെങ്കിൽ മാത്രം എഴുതുന്നതാണ് ഉചിതം. ഓക്കെ, വെറുതെ നെഗറ്റീവ് മാർക്കിലേക്ക് പോയിട്ട് യാതൊരു കാര്യവുമില്ല എന്നുള്ളതാണ് ആദ്യം പറയാനുള്ളത്. അപ്പോൾ വാഗൺ ട്രാജഡി നടന്ന വർഷം 1921, കയ്യൂർ ലഹള 1941, പുന്നപ്പറ 46, തിരുക്കൊച്ചി രൂപീകരണം 49. ഇപ്പൊ കിട്ടിയില്ലേ? 21, 41, 46, 49 നമ്മുടെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പുന്നപ്പറ വയലാർ സമരം 1946 എന്ന് നമ്മൾ പറഞ്ഞു. തിരുക്കൊച്ചി 1949 എന്ന് നമ്മൾ പറഞ്ഞു. ഇനി വാഗൺ ട്രാജഡി 1921, കയ്യൂർ സമരം 1941. അപ്പൊ നമുക്ക് ഇപ്പൊ കിട്ടിയില്ലേ? 1921 ആദ്യം വരും അല്ലേ? അതായത് ആദ്യം 3 എന്നുള്ളത് വരും. പിന്നെ എന്ത് വരും? പിന്നെ നമ്മൾക്ക് 1941, അതായത് 4 വരും. അപ്പോൾ 3ഉം 4ഉമാണ്. ഇങ്ങനെയാണ് വന്നത്. അപ്പോൾ തന്നെ നമ്മുടെ ഉത്തരത്തിലേക്ക് എത്തി. പിന്നെ നമുക്ക് സമയം കളയേണ്ടതില്ല. ഒന്ന് ജസ്റ്റ് വേണമെങ്കിൽ ക്രോസ് ചെക്ക് ചെയ്യാം. 41 കഴിഞ്ഞാൽ പിന്നെ 46 അത് 1 അതിനുശേഷം പിന്നെ നമുക്ക് ഏത് വരും? യെസ്, 2 വരും അല്ലേ? 2 വരും. 49. അപ്പോൾ 3, 4, 1, 2 എന്നുള്ളതാണ് ഉത്തരം. എന്താ? 3, 4, 1, 2 എന്നുള്ളത് എയിലാണ്. ഇവിടെ നല്ലോണം ശ്രദ്ധിക്കണം. ഇവിടേക്ക് ഇങ്ങനെയൊക്കെ തെറ്റി വരാൻ സാധ്യത കൂടുതലാണ്. ഇവിടെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഒന്ന് ശ്രദ്ധ മാറിയാൽ ഉറപ്പായിട്ട് മാർക്ക് പോകും. അപ്പോൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എഴുതി പ്രാക്ടീസ് ചെയ്യുക. കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. പഠനത്തോടൊപ്പം ഇതിനൊരു സമയം കണ്ടെത്തുക. ഇത് നല്ല രീതിയിൽ സമയം പോകുന്നൊരു കാര്യമാണ്. പക്ഷേ ഇങ്ങനെ നിങ്ങൾ ഇപ്പോൾ സമയം ചെലവഴിച്ചാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വിഷമിക്കേണ്ടി വരില്ല കേട്ടോ. അപ്പോൾ അത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇന്നത്തെ ക്ലാസ് നിർത്തുന്നു. ബാക്കി നാളത്തെ ക്ലാസ്സിൽ വരാം കേട്ടോ. താങ്ക് യു.